ആരാണ് അൽ കഹ്ഫ്, ഏത് പ്രദേശത്താണ് അവർ എന്നൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ ഗുഹാവാസികൾ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചു കൃത്യമായി ഒരു ഖണ്ഡിതമായി നമുക്ക് പറയാവുന്ന ഒരു ചരിത്രരേഖയും നമ്മുടെ പക്കലില്ല. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന രാജാവാരായിരുന്നു, കേവലം നിഗമനങ്ങളും അതുപോലെ തന്നെ ഇസ്രായേലി കഥകളിലുള്ള ചില പേരുകളും ആ ഇസ്രായേലി റിപ്പോർട്ടുകളിൽ നിന്ന് അവലംബിച്ചുകൊണ്ട് വന്നിട്ടുള്ള മറ്റു ചില തഫ്സീറിലെ ഉദ്ധരണികളൊക്കെ തന്നെയുള്ളൂ. എന്തായിരുന്നാലും ഒരു കാര്യം നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാനുള്ളത്, ഈ അൽ കഹ്ഫുകാരുടെ സംഭവം, ഗുഹാവാസികൾ എന്ന് പറയുന്നത്, ഇപ്പൊ കഹ്ഫ് എന്നുള്ളതിന് ഗുഹ എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. പർവ്വതങ്ങളിൽ വിശാലതയുള്ള മാളങ്ങൾക്കാണ് കഹ്ഫ് എന്ന് സാധാരണ പ്രയോഗിക്കുക. പർവ്വതങ്ങളിൽ, പർവ്വത ശിഖരങ്ങളിൽ കുറച്ച് ഉള്ളിൽ വിശാലതയൊക്കെയുള്ള ഗുഹക്കാണ് കഹ്ഫ് എന്ന് അറബിയിൽ പറയുക. എന്നാൽ കുറച്ച് ഇടുങ്ങിയ, അത്ര വിശാലതയൊന്നുമില്ലാത്ത പർവ്വതങ്ങളിലുള്ള ചെറിയ ഗുഹകൾക്ക് ഗാറ് എന്നാണ് പറയുക. അതാണ് അറബി ഭാഷയിൽ ഓരോന്നിനും പ്രത്യേക വേർഡുകളാണ്. ഇപ്പൊ കഹ്ഫ് എന്ന് പറഞ്ഞാലും ക്യാവ് ഗുഹ തന്നെയാണ്, ഗാർ എന്ന് പറഞ്ഞാലും ഗുഹ തന്നെയാണ്. നമ്മൾ മക്കയിൽ പോകുമ്പോൾ, പിന്നെ മദീന ഒക്കെ നമ്മൾ ഗുഹകളെ സംബന്ധിച്ച് കാണുമ്പോൾ ഗാർ സൗർ, ഗാർ ഹിറാ, ഹിറാ ഗുഹ, സൗർ ഗുഹ, അതൊക്കെ അത്ര വിശാലതയുള്ള ഗുഹകളല്ല. ഒരാൾക്ക് ഇങ്ങനെ ഇരിക്കാവുന്ന, അല്ലെങ്കിൽ രണ്ടാൾക്ക് ഇങ്ങനെ ഇരിക്കാവുന്ന അത്രമാത്രം ഇടുങ്ങിയ ഗുഹകളാണ്. അതുകൊണ്ട് അവ അറിയപ്പെടുന്നത് അൽ കഹ്ഫ്, കഹ്ഫ് പിന്നെ ഹിറാനോ കഹ്ഫ് സൗർ എന്നൊന്നുമല്ല. പിന്നെന്താണ് ഗാർ സൗർ, ഗാർ ഹിറ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കഹ്ഫ് ആവുമ്പോൾ കുറച്ച് മുത്തസിആണ്, കുറച്ച് വിശാലമാണ്, കുറച്ച് ആളുകൾക്ക് അതിൻ്റെ അകത്ത് ഇരിക്കാം. ഇവിടെ നമ്മുടെ ചരിത്രത്തിൽ പറയുന്ന അസ്ഹാബുൽ കഹ്ഫ് താമസിച്ചത് വിശാലമായൊരു ഗുഹയാണ്. അവർക്ക് തിരിയാനും മറിയാനും ഒക്കെ വിശാലമായ നിലക്കുള്ള ഒരു ഗുഹയായിരുന്നു അത് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഏത് കാലമാണെന്ന് തിട്ടപ്പെടുത്തി നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും, ശിർക്ക് ചെയ്തിരുന്ന ഒരു രാജാവ്, ശിർക്കിന് വേണ്ടി ജനങ്ങളെ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചിരുന്ന ഒരു രാജാവ്, അധിക മുഫസ്സിറുകളും അതുപോലെ തന്നെ ചരിത്രകാരന്മാരുമൊക്കെ അയാളുടെ നാമമായി പറഞ്ഞിട്ടുള്ളത് ദഖിയാനൂസ് എന്നാണ്. ദഖിയാനൂസ് രാജാവ്, അയാൾ ഒരു റോമൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിമാരിൽപ്പെട്ട ഒരാളായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അയാള് ആ കാലഘട്ടത്തിൽ ആ രാജ്യത്ത് പ്രതിമകളെ ധാരാളമായി ഉണ്ടാക്കുകയും അതേപോലെ തന്നെ വിവിധ രൂപങ്ങളും ഐഡൽസുകളുമൊക്കെ നിർമ്മിച്ച് അവയെ പൂജിക്കുക, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക, അതിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക, അവയോട് പ്രാർത്ഥിക്കുക, അങ്ങനെ ശിർക്ക് പ്രചരിപ്പിച്ചിരുന്ന ഒരു രാജാവായിരുന്നു. ശിർക്ക് പ്രചരിപ്പിച്ചു എന്ന് മാത്രമല്ല, തൻ്റെ രാജ്യനിവാസികളെ അയാൾ അതിന് നിർബന്ധിച്ചിരുന്നു. അത് ചെയ്യാത്തവരെ കൊന്നുകളയും, എറിഞ്ഞുകൊല്ലും എന്നൊക്കെ അയാള് ഏറ്റവും വലിയ രൂപത്തിലുള്ള ഭീഷണി ആ രാജ്യത്ത് തിട്ടൂരമായി, പ്രഖ്യാപനമായി അവിടെയുള്ള ആളുകളെയൊക്കെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളൊക്കെ വളരെ പീഡനങ്ങൾക്ക് വിധേയമായിരുന്നു. ഇതിനെ എതിർക്കുകയോ ഇതിനെ അനുകൂലിക്കുകയോ ഒക്കെ ചെയ്യാത്ത ആളുകളെ അതിഘോരമായ കഠിനമായ ശിക്ഷയായിരുന്നു ഈ രാജാവ് ശിക്ഷിച്ചിരുന്നത്. അതീവ പീഡന മുറകൾ കൊണ്ട് പൊറുതിമുട്ടിയിരുന്നു ആ രാജ്യത്തുള്ള ജനങ്ങൾ. ആ കൂട്ടത്തിൽ അവിടെ സത്യവിശ്വാസികളായ, അഥവാ ഏകദൈവത്തെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കത് പരസ്യപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. സ്വകാര്യമായി അവർ അവരുടെ വിശ്വാസം ഉള്ളിൽ കൊണ്ട് നടക്കുകയായിരുന്നു. പക്ഷേ എങ്ങനെയെങ്കിലും ഈ ദഖിയാനൂസ് രാജാവ് അത് മണത്തറിഞ്ഞാൽ അവരുടെ വീടുകളിൽ കയറും, പിടിച്ചു കൊണ്ടുപോകും, ജയിലിലിടും, പീഡിപ്പിക്കും, കൊല്ലാക്കൊല ചെയ്യും, കൊല്ലും. ഈ വിധത്തിലുള്ള ക്രൂരമായ പീഡനങ്ങൾ നടത്തി ശിർക്കിന്റെ പ്രചാരകനും അതിൻ്റെതായ എല്ലാ അർത്ഥത്തിലുമുള്ള സുഖങ്ങളും അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ദഖിയാനൂസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജാവ്.
ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ ശിർക്കിൽ മനം മടുത്ത്, എന്നാൽ അത് തുറന്ന് പ്രഖ്യാപിക്കാനൊട്ട് കഴിയൂല, ഇയാളുടെ വാചകങ്ങളുടെയും ചൊൽപ്പടിക്ക് കീഴിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് ശിർക്കിന്റെ തീരുമാനങ്ങൾക്കെതിരെ മൗനം പാലിച്ച് അവിടെ കഴിഞ്ഞുകൂടാനൊട്ട് ഒരുക്കമുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഏതാനും ചില ചെറുപ്പക്കാർ അതീവ രഹസ്യമായി ആ നാട് വിട്ടതാണ് ഇതിന്റെ പശ്ചാത്തലം. ഇത്രയും പീഡനങ്ങൾക്കും നിർബന്ധിതമായ ഒരവസ്ഥയും ശിർക്ക് ചെയ്യാതെ അവിടെ ജീവിക്കാനാവില്ല. എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ പീഡിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ ഇയാൾക്ക് വിധേയമായിട്ട് അങ്ങനെ മൗനം പാലിച്ചു നിന്നോളണം എന്ന ഒരവസ്ഥക്ക് വഴങ്ങിക്കൊടുക്കാൻ മനസ്സ് സമ്മതിക്കാത്തതുകൊണ്ട് തങ്ങളുടെ ആദർശത്തിന്റെ സംരക്ഷണത്തിനും അതാണ് തങ്ങൾക്ക് പിറന്ന നാടിനേക്കാളും എന്തിനേക്കാളും വലുത് എന്ന നിലയ്ക്ക് അവരാ രാജ്യം വിട്ടു പോകുവാൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെ ഏതാനും ചെറുപ്പക്കാർ ആ രാജ്യത്ത് നിന്ന് യാത്ര പോകുന്ന പശ്ചാത്തലമാണ് ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ പശ്ചാത്തലം. നമ്മൾ അത്ര മനസ്സിലാക്കിയാൽ മതി. അതിന്റെ ആളുകളുടെ എണ്ണം എത്ര, അതൊക്കെ അതിന് ശേഷം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഇതിന്റെ തന്നെ ആയത്തുകളിലൂടെ വരുന്നുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ എന്നുള്ളതൊക്കെ. അപ്പൊ അതാണ് അൽ കഹ്ഫുകാര്. അങ്ങനെ അവരൊരു ഗുഹാമുഖത്ത് കയറി. അങ്ങനെ ഗുഹയിലേക്ക് അവര് ഗുഹയിൽ കയറി കുറച്ചു നേരം വിശ്രമിക്കാം, അങ്ങനെ ഉറങ്ങാം. ഉറങ്ങിയൊക്കെ ഒന്ന് കുറച്ചു നേരം ആളുകൾ അപ്പോഴേക്ക് തെരച്ചിൽ വിദഗ്ധരും മറ്റാളുകളുടെയൊക്കെ കണ്ണിൽപ്പെടാതെ ഒരു മലയിലെ ഗുഹയിൽ അവർ അഭയം പ്രാപിച്ച് കുറച്ചു കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ അവിടുന്ന് പോകാം പതുക്കെ എന്ന നിലക്കാണ് അവർ അതിൻ്റെ അകത്ത് കയറി കൂടിയിട്ടുള്ളത്. ഇതും മറ്റേ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന മൂന്നാളുകളുടെ ഗുഹാ സംഭവവും രണ്ടും ഒന്നല്ല. അത് വേറെ വിഷയമാണ്. മൂന്നാളുകൾ ഗുഹക്കകത്ത് പെട്ടതും അങ്ങനെ ഗുഹാമുഖത്ത് ഒരു പാറക്കല്ല് വന്ന് അടഞ്ഞതും ആ ഗുഹാമുഖത്ത് നിന്ന് പിന്നീട് അവർക്ക് രക്ഷപ്പെടാൻ കഴിയാതെ അവർ അതിൻ്റെ അകത്ത് ബേജാറായി അവർ തള്ളി നോക്കിയിട്ടൊന്നും ആ ഗുഹാമുഖത്ത് വന്ന് അടഞ്ഞിട്ടുള്ള അതിശക്തമായ ആ സഹ്റ, ആ പാറക്കല്ല് നീങ്ങുന്നില്ല എന്ന് വന്നപ്പോൾ 3 പേരും ആ ഗുഹയിൽ വെച്ചുകൊണ്ട് അവരവരുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ച് ചെയ്ത സാലിഹായ ചില അമലുകൾ എടുത്തു പറഞ്ഞ് അതിൻ്റെ പ്രത്യേകത, അള്ളാഹുവേ അത് നിനക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ചെയ്തത്, അത് നീ അറിയുന്നവനാണ്, ആ ഒരു സൽക്കർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്, ഞങ്ങൾ അകപ്പെട്ട ഈ പ്രയാസത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ആ പാറക്കല്ല് അല്പാൽപമായി 3 ആളുകളുടെയും പ്രാർത്ഥനയ്ക്ക് ശേഷം നീങ്ങിയ ഒരു കഥയുണ്ട്. അതും ഇതുമായി ബന്ധമില്ല, രണ്ട് കഥയാണ്. അത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇത് അൽ കഹ്ഫുകാരുടെ സംഭവം അത് വേറെ തന്നെയാണ്. അത് 3 ആളല്ലതാനും 7 ആളും പിന്നെ കൽബുഹും സാമിനുഹും എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ ഇത് നമുക്ക് തുടർച്ചയായിട്ട് വരുന്നുണ്ട്, അവിടെ വെച്ച് വിശദീകരിക്കാം. ഏതായാലും അതാണ് അസ്ഹാബുൽ കഹ്ഫ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകൾ 300-ലേറെ കൊല്ലം പിന്നെ അവരവിടെ ഉറങ്ങിക്കിടക്കുകയാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് പിന്നെ അവർ എഴുന്നേൽക്കുന്നത്. ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് പകർന്നു തന്ന ഒരു സംഭവമാണതൊക്കെ.